കുട്ടികൾക്ക് എപ്പോഴുള്ള പരാതിയാണ് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് വൈകിട്ടത്തെ ഫുഡ് ചൂടോടുകൂടി കിട്ടണില്ല എന്ന്. കാരണം മറ്റേത് ഇതുപോലെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും പരാതിയാണ്. അപ്പോൾ ഇന്ന് പനി പിടിച്ചിരിക്കണമെങ്കിൽ അവരെനിക്ക് റെസ്റ്റ് തരുന്നില്ല. അപ്പോൾ ഇന്ന് കപ്പയും ചമ്മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഉള്ളിച്ചമ്മന്തി കാന്താരി മുളക് ഇട്ടോ, അത് സൂപ്പർ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു മഞ്ഞക്കപ്പയും ഉള്ളിയൊക്കെ ചതച്ചിട്ട് കപ്പ വേവിച്ചെടുക്കുക, പച്ചമുളക് ഇട്ട് കടുക് പൊട്ടിക്കുക, പിന്നെ കുറച്ച് ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് കപ്പയും കൂടി ഇട്ട് സെറ്റാക്കുക, എണ്ണ വെച്ച്. അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഉള്ളി ചതച്ചെടുക്കുക, നമ്മുടെ കാന്താരി മുളകും കൂടി ചതച്ചെടുത്തിട്ട് അത് ഒന്ന് ഉപ്പിട്ട് തിരുമിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി തിരുമുക, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടിപൊളിയാക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കട്ടൻ ചായ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏലക്കയൊക്കെ ഇട്ടൊരു ചായയാണെങ്കിലോ അടിപൊളിയല്ലേ. അപ്പോൾ ഇന്ന് അതായിരുന്നു സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത്. ഈ ചമ്മന്തിയിൽ ഇത്തിരി എണ്ണ മുന്നിൽ നിൽക്കണം കേട്ടോ. കുറച്ച് എരിവും ഉപ്പും മുന്നിൽ നിൽക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുന്നത്. കൂടുതൽ ഇതിൻ്റെ എണ്ണയ്ക്കാണ് ടേസ്റ്റ് വരിക. ഞാനല്ലാതെ എനിക്ക് ഉള്ളി കഴിക്കണ ഇഷ്ടമല്ല. ഇങ്ങനത്തെ ചമ്മന്തി ആകുമ്പോൾ ഉള്ളി ഞാൻ കഴിക്കും. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു. ഒരു മഴയുള്ള ഒരു ഈവനിങ് സമയമാകുമ്പോൾ നമുക്ക് ഈ ഒരു ഫുഡ് എന്നൊക്കെ പറയണത് നമ്മുടെ അടിപൊളിയാണ് അല്ലേ. ഈ ഒരു ചൂട് ചായയും ഏലക്കയുടെ മണമൊക്കെ ഇങ്ങനെ മൂക്കിലൂടെ കയറി ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു ഈവനിങ് ടൈമൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ വളരെ നല്ലതാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി സമയം എടുത്തിട്ട് അതുകൊണ്ടാണ്.